ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണ മാതാർപ്പണവസ്തു ജയ ശ്രീ രാധരാധ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഞാൻ കുംഭകർണൻ്റെ ഒരു കഥ പറയാം. എന്തുകൊണ്ടാണ് കുംഭകർണൻ ഇന്ദ്രാസനായി തീർന്നത്? അതായത് കുംഭകർണൻ ബ്രഹ്മാവിനെ തപസ് ചെയ്യും. ബ്രഹ്മാവിനെ തപസ് ചെയ്തിട്ട് എന്താണ് ആവശ്യപ്പെടാനിരിക്കുന്നത്? ഇന്ദ്രൻ്റെ ആസനം, ഇന്ദ്രാസനം തട്ടിയെടുക്കാനായിരുന്നു കുംഭകർണൻ്റെ ആഗ്രഹം. അങ്ങനെ ബ്രഹ്മാവിനെ തപസ് ചെയ്യും. ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുമ്പോഴത്തേക്ക് സരസ്വതി ദേവി അതിൻ്റെ ഇടയ്ക്കെത്തി കുംഭകർണൻ്റെ നാവിൽ പ്രവേശിച്ചിട്ട് കുംഭകർണൻ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പോൾ വാക്കുകൾ തിരിയാത്ത അവസ്ഥയാവും. അങ്ങനെ കുംഭകർണൻ ബ്രഹ്മാവിനോട് ആവശ്യപ്പെടുന്ന എന്താണ്? നിദ്രാസനം ആവശ്യപ്പെടും. അപ്പോൾ ബ്രഹ്മാവ് അതുപോലെ ആവട്ടെ എന്ന് പറയും. കാരണം പക്ഷേ കുംഭകർണൻ ആവശ്യപ്പെടുന്നത് എന്താണ്? ഇന്ദ്രാസനമാണ്. പക്ഷേ അത് നിദ്രാസനമായിപ്പോയി. ബ്രഹ്മാവ് എൻ്റെ മുന്നിൽ അത് ചോദിക്കുകയും ബ്രഹ്മാവ് ആ വരം കൊടുക്കുകയും ചെയ്തു. ഇതറിഞ്ഞ രാവണൻ, കുംഭകർണൻ്റെ ജ്യേഷ്ഠനായ രാവണൻ ബ്രഹ്മാവിനോട് പറയും, ബ്രഹ്മാവേ, എൻ്റെ അനുജന് ഈ വരം മാറ്റി വേറെ എന്തെങ്കിലും വരം കൊടുക്കണമെന്ന് പറയും. ബ്രഹ്മാവ് പറയും, ഞാൻ വരം കൊടുത്തു പോയി, അതിനൊരു പരിഗണന ചെയ്യാം. അതായത് 6 മാസം ഉണർന്നിരിക്കും, 6 മാസം നിദ്രാസനത്തിലായിരിക്കും. ഇതാണ് ബ്രഹ്മാവ് കുംഭകർണന് കൊടുത്ത വരം. പക്ഷേ സരസ്വതി ദേവി ആ വരം ചോദിക്കാൻ അനുവദിച്ചില്ല. സ്വന്തം നാവിൽ കയറി വികട സരസ്വതി കയറി പ്രവർത്തിച്ചത് കൊണ്ടാണ് കുംഭകർണന് നിദ്രാസനമായി തീർന്നത്. അതാണ് ഇന്ദ്രാസനം പോയി നിദ്രാസനമായി കുംഭകർണൻ 6 മാസം ഉറക്കത്തിലും 6 മാസം